1995 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി വാഷിംഗ്ടണിലെ സിയാറ്റിലിൽ ദുരൂഹമായ 2 കൊലപാതകങ്ങൾ നടക്കുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ വീടുകളിലേക്ക് അതിക്രമിച്ചു കയറുന്ന കില്ലർ അവരെ ലൈംഗികമായി പീഡിപ്പിച്ചതിനു ശേഷം കൊലപ്പെടുത്തുകയും തെളിവുകൾ നശിപ്പിക്കുന്നതിനായി വീടിന് തീയിടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ തീപിടിച്ച് കത്തി നശിച്ച ആ വീടുകളിലൊന്നിൽ നിന്നും പോലീസ് കില്ലറിനെതിരായ ഒരു തെളിവ് കണ്ടെത്തുകയും അവസാനം അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ പോലീസ് കില്ലറിനെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ അമേരിക്ക കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലർമാരിൽ ഒരാളായി അയാൾ മാറുമായിരുന്നു. അത്രയും ക്രൂരമായാണ് അയാൾ കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്നത്. ആരായിരുന്നു സിയാറ്റിൽ സിറ്റിയെ വിറപ്പിച്ച ആ കൊലയാളി? പോലീസ് എങ്ങനെയാണ് അയാളെ പിടികൂടിയത്? അയാളുടെ ഇരകൾ ആരൊക്കെയായിരുന്നു? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ആയിരത്തി 1990കളുടെ തുടക്കത്തിൽ വാഷിംഗ്ടണിലെ സിയാറ്റിൽ രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരങ്ങളിൽ ഒന്നായിരുന്നു. അവിടേക്ക് ജോലിക്കെത്തിയതായിരുന്നു 43 വയസ്സുള്ള രജിസ്റ്റേർഡ് നഴ്സായ റെനെ പവൽ. തനിച്ച് ഒരു അപ്പാർട്ട്മെന്റ് റെന്റിനെടുത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. സിയാറ്റിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ഇവിടെ തന്നെ ഒരു വീട് വാങ്ങി സ്ഥിരതാമസമാക്കാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് റെനെ പവലിന്റെ ജീവിതത്തിലേക്ക് ആ ദുരന്തം കടന്നു വന്നത്. സിയാറ്റിലേക്ക് താമസം മാറി 2ാം വർഷം 1995 ഫെബ്രുവരിയിലെ ഒരു തണുത്ത രാത്രിയിൽ റെനെ പവലിന്റെ അപ്പാർട്ട്മെന്റിൽ തീപിടുത്തമുണ്ടായി. ഉടനെ തന്നെ ഫയർ ഫൈറ്റേഴ്സ് സ്ഥലത്തെത്തി തീകെടുത്തിയെങ്കിലും അവർക്ക് റെനെ പവലിന്റെ മൃതദേഹം മാത്രമാണ് കണ്ടെത്താനായത്. മുഖം താഴ്ത്തി കൈകൾ വശത്തേക്ക് മടക്കി കാലുകൾ അകറ്റിവെച്ച നിലയിലായിരുന്നു ഡെഡ് ബോഡി കാണപ്പെട്ടത്. കാലുകൾക്കിടയിൽ നിന്നും ഒരു ഐസ് പിക്കും കണ്ടെത്തി. റെനെ പവലിന്റെ വായ തുണി കൊണ്ട് മൂടിക്കെട്ടിയ നിലയിലായിരുന്നു. ഡെഡ് ബോഡിക്കരികിൽ നിന്നുമാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത് എന്ന് ആഴ്സൺ എക്സ്പേർട്ടുകൾ പിന്നീട് കണ്ടെത്തി. നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്നും തെളിവുകൾ നശിപ്പിക്കാൻ ആ വീടിന് തീയിട്ടതാണെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. കൊലയാളി ബലപ്രയോഗത്തിലൂടെ അകത്തു കടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും റെനെ പവലിന്റെ പേഴ്സും ക്രെഡിറ്റ് കാർഡുകളും TV, VCR എന്നിവയുൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുമെല്ലാം ആ വീട്ടിൽ നിന്നും കാണാതായിട്ടുണ്ട്. റോബറി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. സോഫയിൽ അലക്കാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് പൗഡറും ബക്കറ്റുമെല്ലാം കണ്ടെത്തിയതിനാൽ ഈ അത്യാഹിതം നടക്കുന്നതിന് തൊട്ടു മുൻപ് റെനെ പവൽ തുണി അലക്കാൻ പോയിരുന്നു എന്ന് മനസ്സിലാക്കാം. ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ ബേസ്മെന്റിലാണ് ലോണ്ടറി ഏരിയ. സോ റെനെ പവൽ തുണി അലക്കാൻ പോയ ഗ്യാപ്പിലായിരിക്കണം കില്ലർ അകത്ത് കയറിയത്. ക്രൈം സീനിൽ നിന്നും ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം പോലീസ് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അയക്കുന്നു. തുടർന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് റെനെ പവൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തിയത്. ഡെഡ് ബോഡിയിൽ നിന്നും ലഭിച്ച സീമനിൽ നിന്നും കൊലയാളിയുടെ DNA കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും അത് പോലീസിന്റെ ഡാറ്റാബേസിലെ ക്രിമിനലുകളുടെ DNAയുമായി മാച്ച് ആയില്ല. അതുപോലെ പോലീസ് തയ്യാറാക്കിയ സസ്പെക്ട് ലിസ്റ്റിലെ ആരുടെ DNAയുമായും കില്ലറിന്റെ DNA മാച്ച് ആയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. റെനെ പവലിന്റെ കൊലപാതകം നടന്ന് 1 മാസത്തിനു ശേഷം അതേ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ മറ്റൊരു അപ്പാർട്ട്മെന്റിൽ തീപിടുത്തമുണ്ടായി. പോലീസും ഫയർ ഫൈറ്റേഴ്സും സ്ഥലത്തെത്തി തീയണച്ചപ്പോൾ അവർക്ക് മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചു. 54 വയസ്സുള്ള ബാർബറ വാൾഷാണ് ഇത്തവണ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ 2 കൊലപാതകങ്ങളും തമ്മിൽ നല്ല സാമ്യമുണ്ടായിരുന്നു. അതുപോലെ കൊല ചെയ്യപ്പെട്ട സ്ത്രീകൾ തമ്മിലുള്ള സമാനതകളും വളരെ വലുതായിരുന്നു. ബാർബറ വാൾഷും റെനെ പവലും ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അവിവാഹിതരായ സ്ത്രീകളാണ് എന്നതിനു പുറമെ ഇരുവരും ആരോഗ്യമേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. തീപിടുത്തമുണ്ടായ 2 അപ്പാർട്ട്മെന്റുകളും ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അക്രമി അവരുടെ അപ്പാർട്ട്മെന്റിൽ പ്രവേശിച്ച സമയത്ത് 2 സ്ത്രീകളും അവരുടെ വസ്ത്രങ്ങൾ അലക്കി തിരിച്ചെത്തിയതേയുള്ളൂ എന്നതിന് തെളിവുകളുണ്ട്. അതുപോലെ ഡെഡ് ബോഡിയുടെ കൈകാലുകൾ കെട്ടുന്നതിനായി ആ അപ്പാർട്ട്മെന്റിനുള്ളിലെ ഇലക്ട്രിക് വയറുകൾ മുറിച്ചെടുത്തിരിക്കുന്നു. ഇരകളായ 2 പേരെയും കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതിനു ശേഷം ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത്. കൊലപാതകത്തിനു ശേഷം 2 വീടുകളിലെയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്. തീയിടുന്നതിന് മുൻപ് സ്മോക്ക് ഡിറ്റക്ടർ അഴിച്ചുമാറ്റിയിരിക്കുന്നു. ഇങ്ങനെ 2 കൊലപാതകങ്ങളും സമാനമായ രീതിയിൽ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടാണ് നടത്തിയിരിക്കുന്നത്. കൊലയാളി ഇരകളുടെ അപ്പാർട്ട്മെന്റിനകത്ത് കയറിയതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്.
ആക്രമിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഇരുവരും ബേസ്മെന്റിലുള്ള ലോണ്ടറി റൂമിലേക്ക് തുണിയലക്കാനായി പോയിരുന്നു. ഈ സമയം അവർ മുൻവശത്തുള്ള സ്ലൈഡിംഗ് ഡോർ തുറന്നിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കൊലയാളി അവർ തിരിച്ചെത്തുന്നതിന് മുൻപ് അപ്പാർട്ട്മെന്റിനകത്ത് കയറി ഒളിച്ചിരിക്കുകയും പിന്നീട് കുറ്റകൃത്യം നടത്തുകയും ചെയ്തതായിരിക്കണം. എന്തൊക്കെയാണെങ്കിലും നടന്നിരിക്കുന്നത് അതിക്രൂരമായ 2 കൊലപാതകങ്ങളാണ്. എത്രയും പെട്ടെന്ന് കൊലയാളിയെ പിടികൂടിയില്ല എങ്കിൽ അയാൾ ഇനിയും കൊലപാതകങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സിയാറ്റിലെ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ ഒരാൾ 2 സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത പ്രദേശവാസികളെ ഞെട്ടിച്ചു. പ്രത്യേകിച്ച് ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ മറ്റു താമസക്കാരെ. തങ്ങൾക്ക് 24 മണിക്കൂറും സംരക്ഷണം നൽകണമെന്ന് അവർ പോലീസുകാരോട് ആവശ്യപ്പെട്ടു. കാരണം സ്വന്തം വീടിനകത്ത് സ്വസ്ഥമായി ഒന്നുറങ്ങാൻ പോലും കഴിയാതെ പേടിച്ചു വിറച്ച് കഴിയേണ്ട അവസ്ഥയായിരുന്നു അവർക്ക്. ഇരകളായ റെനെ പവലിനും ബാർബറ വാൾഷിനും ശത്രുക്കളാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പോലീസുകാരെ ആശയക്കുഴപ്പത്തിലാക്കി. ലൈംഗിക താൽപര്യവും മോഷണവുമായിരുന്നു ഈ കുറ്റകൃത്യങ്ങൾ നടത്താനുള്ള മോട്ടീവ്. അതുകൊണ്ടുതന്നെ ക്രൈം സീനിന് 50 മൈൽ ചുറ്റളവിലുള്ള എല്ലാ ലൈംഗിക കുറ്റവാളികളെയും കണ്ടെത്തിയ പോലീസ് അവരെയെല്ലാം വിശദമായി ചോദ്യം ചെയ്തു. ഈ പ്രവൃത്തി ആഴ്ചകളോളം നീണ്ടുപോയി. എന്നാൽ അവർക്കൊന്നും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവും കണ്ടെത്താനായില്ല. കൊലയാളി ഇരകളായ 2 പേരെയും ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെങ്കിലും ഒരാളുടെ മൃതദേഹത്തിൽ നിന്ന് മാത്രമേ DNA എവിഡൻസ് ലഭിച്ചിരുന്നുള്ളൂ. പക്ഷേ ഈ 2 കൊലപാതകങ്ങളും ഒരാൾ തന്നെയാണ് ചെയ്തത് എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നത് മുൻപ് പറഞ്ഞ 5ഓളം സമാനതകൾ കൊണ്ടാണ്. അതായത് ഇരകൾ ആക്രമിക്കപ്പെടുന്നതിന് മുൻപ് തുണി അലക്കുകയായിരുന്നു എന്നുള്ളത്, കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്, ലൈംഗിക പീഡനത്തിന് ശേഷം ശ്വാസം മുട്ടിച്ചു കൊന്നത്, ക്രൈം സീൻ തീയിട്ട് തെളിവ് നശിപ്പിച്ചത്, ഏറ്റവും അവസാനം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷ്ടിച്ചത്. തീപിടുത്തത്തിൽ ക്രൈം സീനിലെ ധാരാളം തെളിവുകൾ നശിച്ചതിനാൽ പ്രതിയെ പിടികൂടുന്നതിനായി പോലീസ് പൊതുജനങ്ങളുടെ സഹായം തേടി. ഈ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും സംശയമുണ്ടെങ്കിൽ പോലീസുമായി ബന്ധപ്പെടണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. ദിവസങ്ങൾക്കുള്ളിൽ സിയാറ്റിൽ പോലീസിന് 600-ലധികം സൂചനകൾ ലഭിച്ചു. അതിലൊന്ന് അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 23 വയസ്സുള്ള ഗ്യാരി ഡോളൻ എന്ന വ്യക്തിയെക്കുറിച്ചായിരുന്നു പോലീസിന് പരാതി ലഭിച്ചത്. മുൻപ് പലപ്പോഴായി ഗ്യാരി ചെറിയ ചില കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അയാൾ ഒരിക്കലും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. പോലീസിൽ പരാതി നൽകിയതാവട്ടെ അവന്റെ സ്വന്തം സഹോദരിയും. ഗ്യാരി ഡോളൻ എഴുതിയ 100ഓളം കവിതകളാണ് അവളെ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത്. ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ കുത്തിനിറച്ചതായിരുന്നു ഓരോ കവിതയും. അവന്റെ മിക്ക രചനകളും സ്ത്രീകളോടുള്ള അടങ്ങാത്ത കോപം നിറഞ്ഞതായിരുന്നു. പ്രത്യേകിച്ച് പാവപ്പെട്ട ഒരു സ്ത്രീയെ കഴുത്തിഞ്ഞെരിച്ച് കൊന്നതിനു ശേഷം അവളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ നിർബന്ധിക്കുന്നതിനെക്കുറിച്ചും, പ്രായമായ സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചും, മരിച്ചവരുമായുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചുമെല്ലാമാണ് ഓരോ കവിതകളും. ഇതെല്ലാം കണ്ട് ഭയന്നിട്ടാണ് അവന്റെ സഹോദരി പോലീസിൽ പരാതിയുമായി എത്തിയത്. ഇതോടെ പോലീസ് ഗ്യാരി ഡോളനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി. അയാളൊരു തൊഴിൽ രഹിതനായിരുന്നു. കൂടാതെ ചെറിയ ചില കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഈ 2 കൊലപാതകങ്ങളും ഗ്യാരി ഡോളനാണ് ചെയ്തത് എന്നുള്ളതിന് യാതൊരു തെളിവുമുണ്ടായിരുന്നില്ല. പക്ഷേ നുണപരിശോധനയ്ക്കും DNA സാമ്പിൾ നൽകുന്നതിനും ഗ്യാരി തയ്യാറാവാതിരുന്നത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു. അതിനാൽ അവർക്ക് DNA സാമ്പിൾ ലഭിക്കാൻ മറ്റൊരു മാർഗം കണ്ടെത്തേണ്ടതായി വന്നു. ഗ്യാരി ഡോളനെ രഹസ്യമായി ഫോളോ ചെയ്ത അന്വേഷണ സംഘം അയാൾ പുകവലിച്ചതിനു ശേഷം ഉപേക്ഷിച്ച സിഗരറ്റ് കുറ്റിയെടുത്ത് DNA ടെസ്റ്റിനയച്ചു. എന്നാൽ പരിശോധനാ ഫലം നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഗ്യാരി ഡോളന്റെ DNA പ്രൊഫൈൽ കില്ലറിന്റെ DNA പ്രൊഫൈലുമായി മാച്ചായില്ല. ഇതോടെ ഗ്യാരി സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. തുടർന്നുള്ള 2 വർഷത്തോളം അന്വേഷണം നടന്നുകൊണ്ടേയിരുന്നെങ്കിലും കേസിൽ ഒരു പുരോഗതിയുമുണ്ടായില്ല. അങ്ങനെയിരിക്കെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തു നിന്നും അന്വേഷണ സംഘത്തെ തേടി ആ ഇൻഫർമേഷൻ എത്തിയത്. ഒരു കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കുകയായിരുന്ന പ്രിൻസസ് ഗ്രേ എന്ന സ്ത്രീയാണ് ആ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. റെനെ പവലിനെയും ബാർബറ വാൾഷിനെയും കൊലപ്പെടുത്തിയത് തന്റെ കാമുകൻ റോബർട്ട് പാർക്കർ ആണെന്നായിരുന്നു ആ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ. പക്ഷേ ജയിലിലെത്തി പ്രിൻസസ് ഗ്രേയുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം തുടക്കത്തിൽ ആ വെളിപ്പെടുത്തൽ വിശ്വസിച്ചില്ല. കാരണം കാമുകൻ റോബർട്ട് പാർക്കർ മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലായതോടെ പ്രിൻസസ് ഗ്രേ അവർ 2 പേരെയും അതിക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആ കേസിലാണ് അവൾ ജയിലിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാമുകനെ കേസിൽപ്പെടുത്താനുള്ള പ്രിൻസസ് ഗ്രേയുടെ ശ്രമമാണ് ഈ വെളിപ്പെടുത്തലിനു പിന്നിലെന്നാണ് പോലീസ് ചിന്തിച്ചത്.
പക്ഷേ റെനെ പവലും ബാർബറ വാൾഷും കൊല ചെയ്യപ്പെട്ട അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ നിന്ന് വെറും 150 യാർഡ് അകലെ മാത്രമാണ് താനും റോബർട്ടും താമസിച്ചിരുന്നത് എന്നുള്ള പ്രിൻസസ് ഗ്രേയുടെ വെളിപ്പെടുത്തൽ അന്വേഷണ സംഘത്തെ ശരിക്കും ഞെട്ടിച്ചു. തുടർന്നുള്ള പ്രിൻസസ് ഗ്രേയുടെ വെളിപ്പെടുത്തലുകളെല്ലാം ഈ കേസ് തെളിയിക്കുന്നതിൽ നിർണായകമായി. ഇരകളുടെ അപ്പാർട്ട്മെന്റ്സിൽ നിന്നും മോഷ്ടിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഇപ്പോഴും തങ്ങൾ ഒരുമിച്ച് താമസിച്ച വീടിനകത്തുണ്ട് എന്ന് അവർ പറഞ്ഞു. 2 തവണ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോഴും ഇതെല്ലാം എവിടെ നിന്ന് കിട്ടിയെന്ന് താൻ ചോദിച്ചതാണെന്നും, എന്നാൽ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരുന്ന റോബർട്ട് സാധനങ്ങൾ അകത്തു വെച്ചതിനു ശേഷം വീടിന് അകത്തും പുറത്തുമെല്ലാം കുരുമുളക് പൊടി വിതറുകയാണ് ചെയ്തത് എന്നും, അപ്പോൾ തന്നെ ഇതെല്ലാം മോഷണ മുതലുകളാണെന്ന് തനിക്ക് മനസ്സിലായതാണെന്നും അവർ വെളിപ്പെടുത്തി. പോലീസ് നായകൾ മണം പിടിച്ചു വരുന്നത് ഒഴിവാക്കാനായാണ് അയാൾ കുരുമുളക് പൊടി വിതറിയത്. ഇതോടെ റോബർട്ട് പാർക്കറും പ്രിൻസസ് ഗ്രേയും ഒരുമിച്ച് താമസിച്ച അപ്പാർട്ട്മെന്റിൽ പോലീസ് പരിശോധന നടത്തി. അവിടെ നിന്നും റെനെ പവലിന്റെയും ബാർബറ വാൾഷിന്റെയും അപ്പാർട്ട്മെന്റുകളിൽ നിന്നും മോഷ്ടിച്ച ടിവികൾ, VCRകൾ, കോട്ടുകൾ, ഇരകളുടെ മറ്റു ചില വസ്തുക്കൾ എന്നിവ കണ്ടെത്തി. ഉടനടി 23 വയസ്സുകാരനായ റോബർട്ട് പാർക്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ചോദ്യം ചെയ്തപ്പോൾ ഈ കൊലപാതകങ്ങളിൽ തനിക്കൊരു പങ്കുമില്ല എന്നാണ് അയാൾ പറഞ്ഞത്. മയക്കുമരുന്ന് വിൽപ്പനയുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള റോബർട്ടിന്റെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. ഐ വിറ്റ്നസ് ആരുമില്ലാത്ത ഈ കേസിനെ സ്ട്രോങ് ആക്കിയത് പ്രിൻസസ് ഗ്രേയുടെ ഒറ്റ മൊഴിയായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ മൊഴി മാറ്റി. ആ ടിവിയും VCRുമെല്ലാം റോബർട്ടിന് ഒരു വേസ്റ്റ് ബിന്നിൽ നിന്നും ലഭിച്ചതാണ് എന്നും, കൊലപാതകങ്ങൾ നടന്ന ദിവസം രാത്രി മുഴുവൻ റോബർട്ട് തന്നോടൊപ്പം അപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുമായിരുന്നു അവരുടെ പുതിയ മൊഴി. ഇരുവർക്കും ഒരു കുട്ടിയുണ്ടായിരുന്നതിനാൽ അവർ ഒത്തുതീർപ്പിലെത്തിയതാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. എന്നാൽ പ്രിൻസസ് ഗ്രേ റോബർട്ടിനെതിരെ മൊഴി നൽകിയ സമയത്ത് പോലീസ് ആ മൊഴികൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു. അതിൽ നിന്നും റോബർട്ടിന്റെ ചില ശീലങ്ങൾ അവർ കൃത്യമായി മനസ്സിലാക്കി. അയാളുടെ പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ട ശീലങ്ങളായിരുന്നു അത്. റോബർട്ടും പ്രിൻസസ് ഗ്രേയും ഓരോ തവണയും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് കഴിയുമ്പോൾ റോബർട്ട് ബാത്റൂമിൽ പോയി ഒരു ടവൽ ഉപയോഗിച്ച് സ്വകാര്യ ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് ആ ടവൽ ഒന്ന് വാഷ് ചെയ്യുക പോലും ചെയ്യാതെ തിരിച്ചു വരും. റോബർട്ടിന്റെ ഈ പ്രവൃത്തിയിൽ പ്രിൻസസ് ഗ്രേ അതൃപ്തി പ്രകടിപ്പിച്ചാലും അയാൾ അതുതന്നെ ആവർത്തിക്കും. അതിന് കാരണം അത് അവന്റെ ശീലമായി മാറി എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇരകളുടെ അപ്പാർട്ട്മെന്റിൽ വെച്ചും അവൻ ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ പോലീസ് ക്രൈം സീനുകളിലെ ബാത്റൂമിൽ വീണ്ടും പരിശോധന നടത്തി. അതിൽ ബാർബറ വാൾഷിന്റെ അപ്പാർട്ട്മെന്റിലുള്ള ബാത്റൂമിൽ നിന്നും ഒരു ടവൽ കണ്ടെത്തി. ലൈംഗികാതിക്രമത്തിനു ശേഷം റോബർട്ട് പാർക്കർ ആ ടവൽ ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ അവരത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ആ ടവലിൽ നിന്നും 4 മുടികൾ കണ്ടെത്തി. അത് ബാർബറ വാൾഷിന്റെ മുടിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. തുടർന്ന് നടന്ന DNA പരിശോധനയിൽ ആ മുടിയിൽ നിന്നും കണ്ടെത്തിയ DNA കില്ലറിന്റെ DNAയുമായി മാച്ചായി. അങ്ങനെ 2 ക്രൈം സീനിൽ നിന്നും കില്ലറിന്റെ DNA ലഭിച്ചത് കേസ് അന്വേഷണത്തിൽ നേട്ടമായി. ഇനി കണ്ടെത്തേണ്ടത് റോബർട്ട് പാർക്കറിന്റെ DNA കില്ലറിന്റെ DNAയുമായി മാച്ച് ആവുന്നുണ്ടോ എന്നാണ്. ആരോപണ വിധേയനെതിരെ നിരവധി തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നും അനുമതി വാങ്ങിയ അന്വേഷണ സംഘം റോബർട്ട് പാർക്കറിന്റെ DNA സാമ്പിൾ ശേഖരിച്ച് അത് കില്ലറിന്റെ DNAയുമായി മാച്ച് ചെയ്തു നോക്കി. അത് 100% മാച്ചായി. കില്ലർ റോബർട്ട് പാർക്കർ തന്നെയാണ്. അങ്ങനെ കൊലപാതകങ്ങൾ നടന്ന് 2 വർഷത്തിനു ശേഷം 23 വയസ്സുകാരനായ റോബർട്ട് പാർക്കറിനെ എല്ലാ തെളിവുകളോടെയും അറസ്റ്റ് ചെയ്യുകയും അവനുമേൽ കൊലപാതക കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. റോബർട്ട് പാർക്കർ ആഴ്ചകളോളം അവന്റെ ഇരകളെ നിരീക്ഷിച്ച് പറ്റിയ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇരകൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നായിരുന്നു അവന്റെ നിരീക്ഷണം. അങ്ങനെയാണ് റെനെ പവലിനെ ആക്രമിക്കാനുള്ള അവസരം ഒത്തുവന്നത്. അവർ ബേസ്മെന്റിലെ ലോണ്ടറി റൂമിലേക്ക് തുണിയലക്കാനായി പോയപ്പോൾ മെയിൻ ഡോർ ലോക്ക് ചെയ്തിട്ടില്ല എന്ന് അവൻ ശ്രദ്ധിച്ചു. ഈ അവസരം മുതലെടുത്ത റോബർട്ട് അപ്പാർട്ട്മെന്റിനകത്ത് കയറി ഒരു കത്തിയുമായി തന്റെ ഇരയ്ക്ക് വേണ്ടി കാത്തിരുന്നു. റെനെ പവൽ തിരിച്ചെത്തിയപ്പോൾ അവരെ കത്തികൊണ്ട് കുത്തി വീഴ്ത്തുകയും പിന്നീട് ലൈംഗികമായി പീഡിപ്പിച്ചതിനു ശേഷം ശ്വാസം മുട്ടിച്ച് കൊല്ലുകയുമായിരുന്നു. മരണം ഉറപ്പാക്കിയ റോബർട്ട് വീട് കൊള്ളയടിച്ചതിനു ശേഷം തെളിവ് നശിപ്പിക്കുന്നതിനായി ക്രൈം സീനിന് തീയിടുകയും ചെയ്തു. 1 മാസത്തിനു ശേഷം ബാർബറ വാൾഷിനെയും സമാനമായ രീതിയിലാണ് കൊലപ്പെടുത്തിയത്. ബേസിക്കലി ഒരു ക്രിമിനലായ പ്രതിയുടെ അക്രമവാസനയും ലൈംഗികാസക്തിയുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു.
4 മാസം നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷം റോബർട്ട് പാർക്കർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അവനെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയായിരുന്നു. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.